ശബരിമല സ്വർണ്ണമോഷണ കേസിലെ VSSC റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ദ്വാരപാലക, ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിലെ സ്വർണത്തിൽ വ്യത്യാസമെന്ന VSSC റിപ്പോർട്ടിൽ കണ്ടെത്തൽ. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്? ആര്യ, കഴിഞ്ഞ ദിവസമാണ് ഈ VSSCയിൽ നിന്നുള്ള ഈ പരിശോധന നടത്തിയതിൻ്റെ ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പാളികളിലെ സ്വർണത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. 1998 ഈ സ്വർണം പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞതായി ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ദ്വാരപാലക ശില്പപാളികളും അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ പാളിയും ഇത് രണ്ടും മാറ്റിയതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. VSSCയുടെ പരിശോധന നടത്തിയ ലാബിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്വർണത്തിൽ അളവിൽ വ്യത്യാസം വന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ സ്വർണത്തിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. ഏതായാലും വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. വലിയ ക്രമക്കേട് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങൾ. ഏതായാലും VSSCയിലാണ് ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്, ഈ ശില്പപാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളിയുമൊക്കെ. ഏതായാലും ഇതിനകത്ത് ഈ സ്വർണത്തിൻ്റെ അളവിലും തൂക്കത്തിലും എല്ലാം തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഏറ്റവും പുതിയതായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിനകത്ത് കോടതി ഇനി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കട്ടിളപ്പാളിയിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പപാളികളിലുമൊക്കെയുള്ള സ്വർണത്തിൻ്റെ അളവിൽ വ്യത്യാസം കണ്ടെത്തിയതോടുകൂടി തന്നെ ചേർത്ത് പറയേണ്ടത് ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വലിയ ക്രമക്കേട് അല്ലെങ്കിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തന്നെ തട്ടിപ്പുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ 2017 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്, ദേവസ്വം ബോർഡാണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പ്രാഥമികമായ ചില സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കും അന്വേഷണ സംഘം പോകുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കഴമ്പുണ്ട്, ഈ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചാൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതി ചേർത്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് VSSCയുടെ റിപ്പോർട്ട് പ്രകാരം ഈ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപാളികളിലെയും സ്വർണത്തിൻ്റെ അളവിലും തൂക്കത്തിലും വ്യത്യാസം വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തട്ടിപ്പ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ട്. ആര്യ, ഈ VSSC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിന് മുന്നിൽ വ്യക്തമായ ഒരു കണക്ക് ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. അതായത് സ്വർണത്തിന്റെ തൂക്കം പറയാതെ ഉള്ള ഒരു റിപ്പോർട്ടായിരുന്നു അന്നത്തെ ദേവസ്വം സെക്രട്ടറി അടക്കം ഈ സമർപ്പിച്ചത്. ഈ VSSC റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ നിർണായകമാണ്. ആര്യ, തീർച്ചയായും VSSC റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ്. കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ സ്വാധീനിക്കുന്ന നിലയിൽ കൂടിയാണ് ആ റിപ്പോർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഏതായാലും നിലവിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടിയിരുന്നത് അന്ന് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണോ ഈ തിരിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം ഇതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ടോ, സ്വർണത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ടോ എന്നിവയടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് നിലവിൽ ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അളവും തൂക്കവും ഈ രണ്ടാമത് കണ്ടെത്തിയ സ്വർണത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് റിപ്പോർട്ടിൻ്റെ ഭാഗമായി. ഏതായാലും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച
മറ്റൊരു റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയുമാണ്. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അതിനുശേഷം കോടതി എന്ത് പറയുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സ്വർണം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഈ കണ്ടെത്തിയ സ്വർണത്തിനകത്ത് കുറവുണ്ട്, ഇതിൻ്റെ ഭാരത്തിൽ വ്യത്യാസമുണ്ട് എന്നിവ അടക്കമുള്ള കാര്യങ്ങളിലും വളരെ കൃത്യമായ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങളും വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആര്യ, മറ്റൊന്ന്, കമലേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ കൊടിമര നിർമ്മാണത്തിലും സ്വർണ്ണക്കൊള്ള നടന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളായ അജയ് തറയിൽ അടക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പരിധിയിൽ വരികയാണ്. ഇനിയൊരു നിമിഷം ഈ ഒരു കോൺഗ്രസ് നേതൃത്വം കൂടി വ്യക്തമായി വെട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ആര്യ, തീർച്ചയായും കോൺഗ്രസ് ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. ഏതായാലും 2017 ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതായത് ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്, കോൺഗ്രസിൻ്റെ നേതാക്കളായ ആളുകളാണ്. 2017 ഒഴിയാൻ, അതായത് കാലാവധി കഴിഞ്ഞ് ഒഴിയാൻ തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഒഴിയേണ്ടിയിരുന്ന ഭരണസമിതിയാണ് ഈ കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഴുവനുമായും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളും. ഏതായാലും ഈ വിഷയത്തിൽ 2012 തന്നെ ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഈ വാജിവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയുടെ പൊതു സ്വത്താണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പൊതു സ്വത്താണ് എന്ന് ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് നേരത്തെ ഈ താന്ത്രിക വിധി പ്രകാരം എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായി എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അത് മറ്റ് പലർക്കും, സ്വകാര്യ വ്യക്തികൾക്ക് അത് കൈമാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെങ്കിലും തുടർന്ന് അങ്ങോട്ട് ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് പൊതു സ്വത്താണ് എന്ന് ആ 2012 ഉത്തരവിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ ഉത്തരവും ദേവസ്വം ബോർഡ് മാനുവലും ചട്ടങ്ങളും എല്ലാം മറികടന്നുകൊണ്ടാണ് 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിക്കൊണ്ട് ഒരു നടപടി അന്നത്തെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളുമായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ എന്നിവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെയാണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിനകത്തും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ദേവസ്വം വകുപ്പിൻ്റെ ഭാഗമായൊക്കെ വലിയ തട്ടിപ്പ് നടന്നു എന്ന് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം കറങ്ങി തിരിഞ്ഞ് കോൺഗ്രസിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കളാണ് നിലവിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ആര്യ, ശരി, കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.